സസ്പെൻഷന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി പത്തനംതിട്ട CWC ചെയർമാൻ രാജീവ് ഗോപൻ. സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം നാട് ചുറ്റിക്കഴിഞ്ഞിരിക്കുമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. പോക്സോ കേസ് അട്ടിമറിയുമായി ബന്ധപ്പെട്ടാണ് രാജീവിനെ സസ്പെൻഡ് ചെയ്തത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, ഈ ഒടുവിലായി പറഞ്ഞു വെച്ചതുപോലെ പോക്സോ കേസ് അട്ടിമറിയുമായി ബന്ധപ്പെട്ടാണ് രാജീവിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. എത്തരത്തിലാണ് ആ വാക്കുകൾ, എങ്ങനെ മനസ്സിലാക്കണം അതിനെ? സംഗീത, പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിന്മേലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ രാജീവ് പത്തനംതിട്ട CWC ചെയർമാനെ സസ്പെൻഡ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സാരാംശം ഇങ്ങനെയാണ്: സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം നാട് ചുറ്റും എന്നുള്ള അതിനെ പരാമർശിച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ അർത്ഥം വരുന്ന തരത്തിലായിരുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. സത്യം താൻ മാത്രം വിചാരിച്ചാൽ അതിന്റെ വേഗം കൂട്ടാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ കാത്തിരിക്കാം, അത്രയും ദിവസം കൊണ്ട് കള്ളം പരമാവധി യാത്ര ചെയ്യട്ടെ, പരമാവധി പേരെ സന്തോഷിപ്പിക്കട്ടെ എന്നെല്ലാം തന്നെയായിരുന്നു ആ പോസ്റ്റിൽ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ CWC ചെയർമാനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നത്. 2 പോക്സോ കേസുകളിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും CWCയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായി എന്നായിരുന്നു കണ്ടെത്തൽ. അതിലൊന്ന് അഭിഭാഷകൻ പ്രതിയായിട്ടുള്ള പോക്സോ കേസായിരുന്നു. ആ ഈ പോക്സോ കേസിലെ അതിജീവിതയെ പ്രതിക്കും പ്രതിയുടെ അടുത്ത ബന്ധുവിനും CWC ചെയർമാന്റെ ഓഫീസിൽ നേരിട്ടെത്തി കാണാനുള്ള സാഹചര്യം ഒരുക്കിയെന്നത് ഉൾപ്പെടെയായിരുന്നു കണ്ടെത്തൽ. അതുപോലെ തന്നെ പോലീസിൽ റിപ്പോർട്ട് നൽകുന്നതിനടക്കം കാലതാമസം വരുത്തിയെന്നും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ നടപടി നൽകിയത്. എന്തായാലും അതിൽ പ്രതിഷേധം എന്നോണമാണ് ഇപ്പോൾ രാജീവ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്. സംഗീത. ശരി ശ്രീരാജ്.